മതക്കാരുടെ മാത്രമായിട്ടല്ല, അതിലൊക്കെ തന്നെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചാൽ വ്യത്യസ്ത മനുഷ്യരുടെ ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞ ആഹാരത്തിന്റെ പാക്കുകളിലൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരു മതക്കാരൻ്റെതോ ഒരു ജാതിക്കാരൻ്റെതോ സമ്പന്നൻ്റെതോ സാധാരണക്കാരൻ്റെതോ മാത്രമല്ല, വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റുകളൊക്കെ അതിൻ്റെ മുകളിൽ പതിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരം പോലും നമുക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഈ വൈവിധ്യങ്ങൾ അറിയാത്ത ഒരാൾക്കും ഈ പ്രപഞ്ചത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അതിന് നിമിത്തമാകുന്നത് ഇസ്ലാമിക വിശ്വാസമാണ്. ഇസ്ലാമികമായൊരു വിശ്വാസത്തിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നോമ്പ് തുറ ഉണ്ടാവുന്നത്. റമദാനിൽ നോമ്പ് നോക്കുക എന്ന ഒരു ആചാരവും ഒരു വിശ്വാസവും ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് നോമ്പ് തുറ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവുകയില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. അതൊരുപക്ഷെ എന്നേക്കാൾ ധാരണയുള്ള ധാരാളം ആളുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. അത് തന്നെ ഞാൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട്. ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന വിശ്വാസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം എന്നതാണ്. ഏകദൈവ വിശ്വാസി അല്ലാത്ത ഒരാൾ ഇസ്ലാമേ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുദൈവ വിശ്വാസം ഒരാൾ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബഹുദൈവ വിശ്വാസിയാകാനുള്ള എന്തെങ്കിലും ഒരു ചിന്ത ഈ ഭൂമിയിൽ അയാൾ വെക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാം അല്ലാതാവുന്നു. മറ്റെന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടല്ല. നമുക്കത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്? അള്ളാഹു ആണ് എന്ന് ഇസ്ലാം മതവിശ്വാസം ലോകത്തോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ 800 കോടി വൈവിധ്യങ്ങളെയും ഈ പ്രപഞ്ചത്തിൽ തുന്നിച്ചേർത്തത് അള്ളാഹുവാണ്. അപ്പൊ ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ഒരാൾ ഏകദൈവ വിശ്വാസിയാവുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്, അതിൻ്റെ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 5 നേരം നിസ്കരിക്കുക എന്നത്. മറ്റൊരു വിശ്വാസ പ്രമാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമദാനിൽ നോമ്പ് നോക്കുക എന്നത്. മറ്റൊരു പരമപ്രധാനമായ വിശ്വാസമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പരമപ്രധാനമായ മറ്റൊരു വിശ്വാസമാണ്. ഹജ്ജ് കർമ്മം ഒരു മുസൽമാനൻ അനുഷ്ഠിച്ചിട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും അത് രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അറിയും. പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുമെന്ന് ചുരുക്കം. നോമ്പ് എടുത്തിട്ടുണ്ടായാലും അറിയും, എടുത്തിട്ടില്ലെങ്കിലും അറിയും. 5 നേരത്തെ നിസ്കാരം അയാൾ നിസ്കരിച്ചാലും അറിയും, നിസ്കരിച്ചില്ലെങ്കിലും ആളുകൾ അറിയും. സക്കാത്ത് കൊടുത്താലും ആരെങ്കിലും ഈ ഭൂമിയിൽ അറിയും. എന്നാൽ അയാൾ ഏകദൈവ വിശ്വാസിയാണോ എന്ന് ആരറിയും? നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണോ എന്ന് അത് ഈ ഭൂമിയിലുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അത് തെളിയിക്കൽ അത്ര എളുപ്പവുമല്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനമായ ഈ ചിന്ത, സത്യം പറഞ്ഞാൽ അത് അള്ളാഹുവിന് മാത്രം ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ആ ഒരു ചിന്ത ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരെ മതത്തിന്റെ പേരിൽ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും അടയാളം ദൈവം ബാക്കി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ കണ്ട മാത്രയിൽ